പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 4-ാം തീയതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുകയാണ്. ഈ അവസരത്തിൽ 5 S-400 എയർ ഡിഫൻസ് സിസ്റ്റം കൂടി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തും എന്നാണ് പുതിയ വിവരം. സുഖോയ് 57 ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഇന്ത്യ ഇനിയും എടുത്തിട്ടില്ല എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യം അറിയുകയില്ല. S-400 കൂടാതെ സുഖോയ് 30 MKI എയർക്രാഫ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സൂപ്പർ സുഖോയ് പ്രോഗ്രാമിനെക്കുറിച്ചും ചർച്ചകളുണ്ടാകും. ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്നും 5 സ്ക്വാഡ്രൺ S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 3 സ്ക്വാഡ്രൺ S-400 റഷ്യ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഡെലിവറി വളരെയധികം ഡിലേ ആയിട്ടുണ്ട്. റഷ്യ-ഉക്രൈൻ യുദ്ധം തന്നെയാണ് ഇതിന് കാരണം. 2 സ്ക്വാഡ്രൺ S-400 സിസ്റ്റം കൂടി 2026 നവംബർ മാസത്തോടുകൂടി ഇന്ത്യക്ക് കൈമാറുമെന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത്. S-400 സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹൗൾ എന്നിവ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള MRO ഫെസിലിറ്റി ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ റഷ്യ ഒരുങ്ങുകയാണ്. ഇതിനുവേണ്ടിയുള്ള അപ്രൂവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൽകിക്കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. S-400ന്റെ ഒട്ടുമിക്ക മെയിൻ്റനൻസ് വർക്കുകളും ഇന്ത്യയിൽ തന്നെ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്കൊന്നും തന്നെ റഷ്യയെ ആശ്രയിക്കേണ്ടതായി ഇന്ത്യക്ക് വരികയില്ല. ഒരു യുദ്ധസമയത്ത് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി 300 ഇന്റർസെപ്റ്റർ മിസൈലുകൾ കൂടി വാങ്ങുന്നതിന് 10,000 കോടി രൂപ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇന്ത്യൻ എയർഫോഴ്സിന് അനുവദിച്ചു. S-400ൽ 4 ഇന്റർസെപ്റ്റർ മിസൈലുകളാണുള്ളത്. 400 കിലോമീറ്റർ മാക്സിമം റേഞ്ചുള്ള 40 N6E, 250 കിലോമീറ്റർ റേഞ്ചുള്ള 48 N6E3, 120 കിലോമീറ്റർ മാക്സിമം റേഞ്ചുള്ള 9M 96E2, 40 കിലോമീറ്റർ റേഞ്ചുള്ള 9M 96E എന്നിവയാണ് ഈ മിസൈലുകൾ. ഇന്ത്യ വാങ്ങുന്ന 300 ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ 150 എണ്ണം 400 കിലോമീറ്റർ റേഞ്ചുള്ള 40 N6E മിസൈലാണ് എന്നാണ് കരുതപ്പെടുന്നത്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടയുന്നതിന് വളരെയധികം ഇന്റർസെപ്റ്റർ മിസൈലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ച മിസൈലുകൾക്ക് പകരമായും ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ സ്റ്റോക്ക് കൂട്ടുന്നതിന് വേണ്ടിയുമാണ് ഈ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ 300 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കരാർ ഒപ്പിടുമെന്നാണ് കരുതപ്പെടുന്നത്. കോസ്റ്റ് നെഗോഷിയേഷൻ കമ്മിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്നിവയുടെ അപ്രൂവൽ ഇതിന് ലഭിക്കുവാനുണ്ട്. അധികം വൈകാതെ തന്നെ ഈ അപ്രൂവലുകൾ ലഭിക്കും. ഇന്ത്യ നിലവിൽ വാങ്ങിയ 5 S-400 കൂടാതെ അഡീഷണലായി 5 S-400 സിസ്റ്റം കൂടി വാങ്ങുന്നതിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത്. പുതിയതായി വാങ്ങുന്ന S-400നോടൊപ്പം റഷ്യയുടെ പാൻറ്റിസാർ എയർ ഡിഫൻസ് സിസ്റ്റവും വാങ്ങുവാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ട്. S-400ഉം പാൻറ്റിസാറും ഒരുമിച്ച് 2 ലെയറുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമായി പ്രവർത്തിക്കും. പാൻറ്റിസാർ എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകൾ, സൂയിസൈഡൽ ഡ്രോണുകൾ എന്നിവയെ തകർക്കുവാനായിരിക്കും ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്ന് കരുതുന്നു. ഈ ഡീലുകൾ ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. കൂടുതൽ സ്ക്വാഡ്രൺ S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുവാൻ ഇന്ത്യൻ എയർഫോഴ്സിന് താൽപ്പര്യമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. 10 S-400 സ്ക്വാഡ്രനാണ് 2016-ൽ ഇന്ത്യൻ എയർഫോഴ്സ് ആവശ്യപ്പെട്ടത്. എന്നാൽ 5 എണ്ണം മാത്രമേ ഇന്ത്യ വാങ്ങിയിരുന്നുള്ളൂ. കൂടുതൽ S-400 വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിബന്ധനകൾ ആദ്യത്തെ ഡീലിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. റഷ്യയുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ പുതിയ S-400 സ്ക്വാഡ്രൺ വാങ്ങുന്ന കാര്യം ഫൈനലൈസ് ചെയ്യുകയുള്ളൂ. കൂടുതൽ S-400 സ്ക്വാഡ്രൺ എത്തുന്നത് തീർച്ചയായും ഇന്ത്യക്ക് വളരെയധികം കരുത്ത് പകരും. പാകിസ്ഥാൻ എയർഫോഴ്സിന് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും S-400 വിന്യസിച്ചിരുന്നതിനാൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഫൈറ്ററുകൾക്ക് ഇന്ത്യൻ ബോർഡറിന്റെ അടുത്ത് പോലും എത്തുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്കെതിരെ S-400 എത്രത്തോളം മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുക ഒട്ടും തന്നെ എളുപ്പമായിരിക്കുകയില്ല. എന്നാൽ ഇന്ത്യയുടെ ആന്റി സ്റ്റെൽത്ത് റഡാറുകളും മറ്റ് ലോങ് റേഞ്ച് റഡാറുകളും കൂടെ ചേരുന്നതോടെ S-400ന് ചൈനീസ് സ്റ്റെൽത്ത് ഫൈറ്ററുകളെ ഉൾപ്പെടെ പ്രതിരോധിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുടെ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ വളരെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ S-400 വാങ്ങിയാൽ DRDO ഡെവലപ്പ് ചെയ്യുന്ന പ്രോജക്റ്റ് കുശയുടെ കാര്യം എന്താകും എന്നതാണ്. S-400നേക്കാൾ അഡ്വാൻസ്ഡ് ആണ് പ്രോജക്റ്റ് കുശ. എന്നാൽ പ്രോജക്റ്റ് കുശ പൂർണ്ണമായും തയ്യാറാകുന്നതുവരെ കാത്തിരിക്കുവാൻ നമുക്ക് സമയമില്ല എന്നതുകൊണ്ടാവണം ഇന്ത്യ കൂടുതൽ S-400 വാങ്ങുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുമുള്ള ഒരു ആക്രമണം ഇന്ത്യ തീർച്ചയായും
തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ ഒരു ഭീഷണിയായി ബംഗ്ലാദേശും ഉയർന്നു വന്നിരിക്കുകയാണ്. ഏതു നിമിഷവും ഒരു യുദ്ധമുണ്ടാകാം എന്ന നിലയിലാണ് നമ്മുടെ രാജ്യം. അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്ന നിലയിൽ ഇന്ത്യ നിരന്തരമായി സൈനികാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ശ്രമങ്ങൾക്ക് S-400 കൂടുതൽ കരുത്തേകും. S-400 കൂടാതെ സുഖോയ് 30 MKIക്ക് വേണ്ടി R-37 എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്നതിന് വേണ്ടിയും ഇന്ത്യ ചർച്ചകൾ നടത്തുന്നുണ്ട്. സൂപ്പർ സുഖോയ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരിക്കും R-37 മിസൈലുകൾ ഉൾപ്പെടുത്തുന്നത്. റഷ്യയുടെ ന്യൂക്ലിയർ സബ്മറൈനുകളായ ആങ്കുല ക്ലാസിലെ 2 സബ്മറൈനുകൾ കൂടി റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ പ്രാരംഭ ഘട്ടങ്ങളിൽ മാത്രമാണ്. ഇവയിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകുമോ എന്നുള്ള കാര്യം വരും നാളുകളിൽ നമുക്ക് മുന്നിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.